ഇരിക്കുന്ന മറിയം. രണ്ട് സ്ഥലത്തേക്കാണ് ഞാൻ നോക്കുക. ഒന്ന്, കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് ജന്മം കൊടുത്ത് അവിടെ ഇരിക്കുന്ന മറിയം, പുൽത്തൊട്ടിക്കരികെ. രണ്ട്, സ്വർഗരാജ്യത്തിൽ കിരീടം ധരിച്ചിരിക്കുന്ന മറിയം. ഈ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോയുടെ അരികിലിരിക്കുന്ന മറിയമില്ലേ, സ്വർഗരാജ്യത്തിൽ കിരീടം ധരിച്ചിരിക്കുന്ന മറിയമില്ലേ. സ്വർഗരാജ്യത്തിൽ കിരീടം ധരിച്ചിരിക്കണമെങ്കിൽ വചനം മാംസം ധരിക്കാൻ മറിയം ഉപകരണമായി മാറിയതുകൊണ്ടാണ് സ്വർഗത്തിൽ കിരീടം ധരിച്ചിരിക്കുന്നത്. കാലിത്തൊഴുത്തിലെ ഈ ഇരിപ്പ് കാരണമാണ് സ്വർഗത്തിൽ ആ ഇരിപ്പിന് അവസരമുണ്ടായത്. മറിയം ജനത്തിരുന്നാൾ കൊണ്ടാടുന്ന അവസരത്തിൽ എന്നോട് നിങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളും നമ്മളും വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറിയാൽ എനിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്വർഗരാജ്യത്തിൽ മറിയത്തോടൊപ്പം ഇരിക്കാനുള്ള അവസരം കിട്ടും. ഈ ഒരു ചിന്തയാണ് പിതാവിന് ആദ്യമായിട്ട് നമ്മൾ പങ്കുവയ്ക്കാനുള്ളത്. വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറി കന്യകാമറിയം. കാലിത്തൊഴുത്തിലേക്ക് ഇരിക്കുന്ന മറിയത്തെ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസൗകര്യം വന്നാൽ ഭയങ്കര അസ്വസ്ഥതയെന്ന് ഇല്ലേ? പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രക്ലേശം വന്നാൽ സഹിക്കാൻ തയ്യാറില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവപുത്രന് ജന്മം കൊടുക്കാനായിട്ട് മറിയത്തിന് അവസരം കിട്ടിയത് എവിടെയെന്നറിയാവോ? കാലിത്തൊഴുത്തിൽ. പെണ്ണുങ്ങളൊക്കെ ആരെങ്കിലും കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? തീരെ നിർധനരായ വ്യക്തികൾ കടത്തിനെ പ്രസവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ദൈവപുത്രന് ജന്മം കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തിന് നോക്ക്, കാലിത്തൊഴുത്തിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിലിരിക്കാൻ തയ്യാറായ അമ്മയാണ് സ്വർഗരാജ്യത്തിൽ കിരീടം ധരിച്ചിരിക്കുന്നത്. മറക്കരുത്. ജീവിത സൗകര്യങ്ങൾ തേടി ഓടി നടക്കരുത്. ജീസസ് വാസ് പുവർ. യേശു ദരിദ്രരിൽ ദരിദ്രനായിട്ടാണ് പിറന്നത്. ആ യേശുവിന് ജന്മം കൊടുക്കാനാണ് അമ്മ തയ്യാറായത്. വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറിയ അമ്മ സ്വർഗത്തിൽ റാണിയായിട്ടിതാ കിരീടം ധരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ നമ്മളൊക്കെ വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറാമെന്ന്. ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നൊരു വാക്കുണ്ട്. എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. വളരെ എളുപ്പമാണ്. ബൈബിൾ പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടും എളുപ്പമല്ല അത്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. തമിഴ്നാട്ടിൽ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ സെക്രട്ടറി അച്ഛനാണ് ജോസഫ് രാജച്ചൻ. ആൾ പ്യുവർ തമിഴനാണ്. അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ മലയാളമൊക്കെ അറിയാം. അവിടെ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേർ, അവർ നമ്മുടെ മലയാളീസ് ആണെങ്കിൽ പോലും അവർ തമിഴ് ബാക്ക്ഗ്രൗണ്ടായാൽ അത്ര പിടിപാടില്ല മലയാളമൊന്നും. പൊരുത്തനിങ്ങനെ ലേഖനം വായിക്കുകയാണ്. പൗലോസ്ലിയുടെ ഭാഗമല്ലേ, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറയുന്ന ഭാഗമല്ലേ. അവനെ ഒരുത്തനിങ്ങനെ വായിച്ചു, സ്നേഹമാണ് സർവോൽ, പിന്നെ മറ്റേ വാക്ക് വരുന്നില്ല, അവന് പറയാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടികളൊക്കെ കയറ്റം കയറാണ്ടാകുമ്പോൾ ബാക്ക് അടിച്ചിട്ട് സ്പീഡിലെടുക്കില്ല. അതുമാതിരി ഇവൻ കുറച്ചുകൂടി തുടക്കത്തിൽ തുടങ്ങി സ്നേഹമാണ് സർവോൽ, പിന്നെ നിന്നു, കയറുന്നില്ല. കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല. 2-3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അച്ഛനല്ല കേട്ടോ, വേറൊരു ഓൾട്ടർ ബോയുടെ കാര്യം പറഞ്ഞേ. അങ്ങനെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. ഈ പയ്യൻ എന്ത് പറയുന്നറിയാം? സ്നേഹമാണ് സർവം കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. സർവോത്കൃഷ്ടം എന്നാണ് വാക്ക്. പക്ഷെ ഞാനപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ പയ്യൻ പറഞ്ഞത് കറക്റ്റ്. സ്നേഹം കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആ സ്നേഹം യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറഞ്ഞാൽ സഹായമാണ്. നിങ്ങൾക്കറിയാവോ? ടു ലവ് ഈസ് ഈക്വൽ ടു ഹെൽപ്പ്. കാരണം അയൽക്കാരനെ സ്നേഹിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് നല്ല ശമ്പ്രായൻ്റെ ഉപമയിൽ എന്താ പറഞ്ഞ്? അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി
അവനെ കഴുത്തപ്പുറത്തെടുത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി പോക്കറ്റിൽ നിന്ന് വേണ്ടത് കൊടുത്തു. അവനാണ് സ്നേഹമായിട്ട് ചിത്രീകരിക്കുന്ന ഈശോ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ഈസ് ഈക്വൽ ടു സഹായം. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായാൽ നമ്മളൊക്കെ വചനം മാംസം ധരിക്കുന്ന ഉപകരണമായി മാറാം. ഇപ്പം ഞാൻ ചെന്നൊരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന വേറൊരാൾ കാണുമ്പോൾ, ഞാനൊരു ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ എന്തായാലും അച്ഛനാണെങ്കിലും മനസ്സിലാവുമല്ലോ, ഈ യേശു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സ്നേഹിക്കാനാണല്ലേ എന്ന് മറ്റുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കി നോക്കി കാണില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്ന ബൈബിളായി മാറി. ബൈബിൾ വായിക്കേണ്ടവർ യേശുവിൻ്റെ പഠനം വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ ഉപകരണമായി മാറി. വചനം മാംസം ധരിക്കാൻ ഞാൻ ഉപകരണമായി തീർന്നു. നിങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ നമുക്ക് വചനം മാംസം ധരിക്കുന്ന ഉപകരണമായി മാറാം, മറിയത്തെ പോലെ. ഇപ്പം കാലിത്തൊഴുത്തിലിരിക്കുന്ന അമ്മ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്, വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറിയത് കൊണ്ട് സ്വർഗത്തിൽ കിരീടം ധരിച്ചിരിക്കാൻ അവസരം കിട്ടി. എനിക്കും നിങ്ങൾക്കും ആ അവസരം കിട്ടണം. അതിന് നമ്മൾ പള്ളിയിലൊക്കെ വരണം, ധ്യാനമൊക്കെ കൂടണം, പ്രാർത്ഥിക്കണം, ഒരുനൊക്കെ നല്ലതാണ്. പക്ഷേ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്ന ആധ്യാത്മികതയായിരിക്കണം നമ്മുടേത്. ഈ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ അച്ഛൻ സമാപനാശീർവാദം തരുന്നില്ലേ? അതിൻ്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? അതിനിടയ്ക്ക് ഞാനിപ്പോൾ ബിനോയച്ചൻ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ കുർബാന ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനിരിഞ്ഞാലക്കട രൂപതയിലെ വികാരി എന്ന ആളായിരുന്നു. ഹോസൂർ രൂപതയിൽ മെത്രാനായിട്ട് ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെയൊക്കെ എല്ലാ പള്ളികളിലും ഓടി നടന്ന് കുർബാന ക്ലാസ് എടുക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ട്? എവിടെയും നിങ്ങൾ ഓർക്കുന്നുണ്ട്? ഞാൻ കുർബാന ക്ലാസ് എടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 1000 പള്ളികളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അച്ഛാ, 1000 സ്ഥലത്തെങ്കിലും കുർബാന ക്ലാസ് എടുക്കാൻ പോയി. ഉറപ്പായിട്ട് എനിക്കറിയാം. പട്ടം കിട്ടി അന്ന് മുതൽ ഓട്ടം തുടങ്ങിയതാണ് കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട്. ഞാൻ കുർബാന ക്ലാസ് എടുക്കാൻ വന്ന ഏതെങ്കിലും പള്ളികളിൽ എപ്പോഴെങ്കിലും ഇരുന്ന ആരെങ്കിലും ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? കുറച്ച് പേരേക്ക് കുറച്ച് കൈ വെക്കുന്നുണ്ട്. നീലാവട്ടെ. ഈ കുർബാനയിൽ സമാപനാശീർവാദമല്ലേ ഇങ്ങനെ സമാധാനം അങ്ങനെ ആശീർവദിച്ച് വിടുന്നില്ലേ? അതിന് അർത്ഥം എന്താണെന്നറിയാവോ? നല്ല ശമറായൻ്റെ ഉപമ അരുളി ചെയ്തിട്ട് ഈശോ പറഞ്ഞില്ലേ, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. കുർബാന കഴിഞ്ഞിട്ട് കുർബാനയിലൂടെ കർത്താവിൻ്റെ ശരീരം തന്നിട്ട് നമ്മുടെ മസിൽ ഉറപ്പിച്ചു ഈശോ. എന്നിട്ട് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കുത്തിയതിനായ ഈശോ കൂടെ നടന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ലല്ലോ. അപ്പം ആശീർവദിച്ച് കൊടുത്ത് ഭക്ഷിച്ചപ്പോൾ കണ്ണ് തുറന്നു അവനെ തിരിച്ചറിഞ്ഞെന്ന് പറയുന്നില്ലേ? ബൈബിൾ വായിക്കുന്നില്ലേ? അതുപോലെ കർത്താവിൻ്റെ ശരീരം എന്താ? നമ്മുടെ കണ്ണ് തുറപ്പിച്ചല്ല, കണ്ണ് തുറപ്പിച്ച് വിടുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ ആൾക്കാർ കണ്ണ് തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. കണ്ണ് തുറപ്പിച്ചാൽ വിടുന്നത് നമ്മളെ. എന്തിനാണെന്നറിയാവോ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവശനായ വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് ഉത്തിതനായ യേശുവിൻ്റെ മുഖം കാണണം, അവനെ സഹായിക്കാൻ തയ്യാറാകണം. അതാണ് പരസ്നേഹം. അപ്പോഴാണ് വചനം മാംസം ധരിക്കുക. കുർബാനയുടെ ദൈർഘ്യം 24 മണിക്കൂറാണ്. നമ്മുടെ 1 മണിക്കൂറൊക്കെ പള്ളിയിൽ മസിലുറപ്പിച്ച് കണ്ണ് തുറപ്പിച്ച് ഈശോ ആശീർവദിച്ച് വിടുകയാണ്. ബാക്കി 23 മണിക്കൂറും നല്ല ശമറായനെ പോലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്. വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറാനാണ് വിടുന്നത്. അപ്പം അങ്ങനെ മറിയത്തെ പോലെ വചനം മാംസം ധരിക്കാൻ ഉപകരണമായി മാറണം ഞാനും നിങ്ങളും. ഈ 8 നോമ്പിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 8 ദിവസങ്ങൾ. അപ്പം അമ്മ കാലിത്തൊഴുത്തിലിരുന്ന പോലെ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ വചനം മാംസം ധരിക്കാനായിട്ട് ഉപകരണമായി മാറുക. അങ്ങനെ സ്വർഗരാജ്യത്തിലെ കിരീടം ധരിച്ചിരിക്കുന്ന അമ്മയോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ അവസരം ഒരുക്കുക. ഒരു കാര്യം, ഇപ്പോൾ 2 പോസ് പറഞ്ഞു. മറിയത്തിൻ്റെ 2 ഇരിപ്പ്, കാലിത്തൊഴുത്തിലെ ഇരിപ്പും സ്വർഗരാജ്യത്തിലെ ഇരിപ്പും. ഇനി നിൽക്കുന്ന മറിയം എവിടെയെന്നറിയാവോ? കാനായിലെ കല്യാണ വഴി മറിയം നിൽക്കുന്നുണ്ട്. എങ്ങനെ നിൽക്കണമെന്നറിയാവോ? ഇങ്ങനെ നിൽക്കണം. പോസ് ഇതാണ്. ഞാൻ പോസ് കാണിക്കാം. ഞാൻ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എനിപ്പിച്ചെടുത്ത് ഇങ്ങനെ കാണിക്കും. പക്ഷെ നിങ്ങൾ പറയാൻ പറ്റില്ലോ, പ്രായമായവരൊക്കെ അല്ലേ നിങ്ങൾക്ക്, നിങ്ങളൊരു റെസ്പെക്റ്റ് ഇല്ലയെന്ന് പറയും. സുപ്പിയറച്ച് തന്നെ പറയും, എന്താ പിതാവോട് പോയിട്ട് കാണിച്ചെന്നൊക്കെ ചോദിക്കാനോട്. അവിടെ ഞാൻ നിങ്ങളോട് നേരിട്ടേക്കാൻ പറയുന്നത്. മറിയ എങ്ങനെയാന്ന് മറിയ കാനായിൽ നിന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ മറിയാം? അവൻ പറയുന്ന പോലെ കണ്ടോ? ആ ഒരു പോസ്, ആ നിൽക്കുന്ന മറിയത്തെ മറക്കരുത്. ഇനി അവൻ എന്താ പറയുന്നേ? പരസ്പരം സ്നേഹിക്കുക. വളരെ എളുപ്പമാണ്. കാനായിൽ മധ്യസ്ഥം വഹിക്കുന്ന ആ കുടുംബനാഥൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് സ്വന്തം പ്രശ്നമായി കണ്ട് അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മറിയത്തെ കാനായിൽ ചൂണ്ടി നിൽക്കുന്ന അമ്മയെ കാണുക. രണ്ടാമത്തെ നിപ്പ് എവിടെയെന്നറിയാവോ? കുരിശിൻ്റെ താഴെ. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ.
ഈ മധ്യസ്ഥം വഹിക്കുന്ന അമ്മയെയാണ് നമുക്ക് അമ്മയായിട്ട് ഈശോ തന്നിരിക്കുന്നത്. ഓർക്കുക, നിപ്പ് നമ്മൾ ഓർപ്പിക്കണം. മറിയത്തിൻ്റെ 2 നിപ്പ്. ഒന്ന്, കാനായിൽ യേശുവിലേക്ക് ചൂണ്ടിയുള്ളൊരു നിൽപ്പ്. 2, കുരിശിൻ്റെ താഴെയുള്ളൊരു നിൽപ്പ്. അപ്പം മറിയത്തിൻ്റെ 2 നിൽപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മറക്കില്ലല്ലോ. ഇരിപ്പ് മറന്നാ? നിങ്ങളുടെ ഇരിപ്പല്ല, മറിയത്തിൻ്റെ ഇരിപ്പ്. എവിടെയാ? കാലിത്തൊഴുത്തിലെ ഇരിപ്പ്, സ്വർഗരാജ്യത്തിൽ കിരീടം ധരിച്ചുകൊണ്ട് ഇരിപ്പ്. ആ ഇരിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ഇവിടെ നിന്ന് പോവില്ലേ ഇന്നല്ലെങ്കിൽ നാളെ? എന്തെങ്കിലും പോകണ്ടേ? ഇവിടെ നിന്ന് പോണ്ടേ? അവർ ചിന്തയുണ്ടോ? ചിലർക്ക് ഇവിടെ സ്ഥിരാന്നുള്ള രീതിയിലാണ് ജീവിതം കണ്ടു കഴിഞ്ഞാൽ. ഒക്കെ പൂവിടുന്ന ഇന്നല്ലെങ്കിൽ നാളെ സ്ഥലം വിടും. അവിടെ പോയിട്ട് മാതാവിനോടൊപ്പം ഇരിക്കണം. അങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരു പരീക്ഷ നടത്തും. മത്തായി 25:35 പരീക്ഷയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കിയിരിക്കുക ഈശോ മുൻകൂട്ടി തന്നെ. ആ ബൈബിൾ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല? അതിൻ്റെ ഹെഡിങ് എന്താണെന്നറിയാവോ? അന്ത്യവിധിവാചകം എന്നാണ്, അല്ലേ? ബൈബിളിൽ നോക്കി അന്ത്യവിധിവാചകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം അതാണ്, ഈ പരസ്നേഹ പ്രവർത്തനങ്ങൾ എന്തുമാത്രം വ്യാപരിച്ചു നോക്കിക്കൊണ്ടാണ് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ വിടാൻ നമ്മളെ. മറിയത്തോടൊപ്പം ഈ സ്നേഹത്തിൻ്റെ വചനം മാംസം ധരിക്കുന്ന ഉപകരണമായി മാറിയാൽ അമ്മയോടൊപ്പം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് മാധ്യസ്ഥം മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ കുടുംബനാഥൻ്റെ പ്രശ്നം കണ്ടപ്പോൾ മറിയം ഇടപെട്ടു. എന്നിട്ട് ഈശോ അവൻ പറയുന്ന പോലെ ചെയ്ത് വെള്ളം നിറച്ചു, വീഞ്ഞായി കിട്ടി, ആ പ്രശ്നം തീർന്നു. നമ്മൾ എപ്പോഴും ഇടപെടണം മറ്റുള്ള പ്രശ്നങ്ങൾ. ആവശ്യമില്ലാണ്ട് കയറി വേറെ ഇടപെടലും നടത്താൻ പോകണ്ട. ചിലർക്ക് ഇടപെടും, എല്ലാത്തിലും കയറി ഇടപെടുന്നവരുണ്ട്. പക്ഷേ സഹായിക്കാനല്ല, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇടപെടണ്ട. മാധ്യസ്ഥം വഹിക്കുന്ന അമ്മ, ആ അമ്മയാണ് കുരിശിൻ്റെ താഴെ യേശു നമുക്ക് അമ്മയായിട്ട് നൽകിയിരിക്കുന്നത്. 2 നിൽപ്പ് പറഞ്ഞേ. ഒന്ന്, കാനായിൽ യേശുവിലേക്ക് ചൂണ്ടിയുള്ള അമ്മയുടെ നിൽപ്പ്. 2, കുരിശിൻ്റെ താഴെ ഈശോ അമ്മയെ നമുക്ക് അമ്മയായിട്ട് നൽകുന്ന സമയത്തുള്ള അമ്മയുടെ നിൽപ്പ്. അപ്പം അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മ സ്വന്തം എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ പ്രായമായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ, അമ്മയെ വല്ല പ്രയാസമുണ്ടോ? അപ്പം അമ്മ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയാമോ? ഒരു പ്രയാസവും ഇല്ല മോനെ, മാതാവും അന്തോണിസിനാണ് സഹായിക്കാനുള്ളപ്പോൾ ഒരു പ്രയാസവും ഇല്ല. ഞാൻ തന്നെയല്ല, ആര് പോയി ചോദിച്ചാൽ അമ്മ എപ്പോഴും പറയുന്ന വാക്കാണ്, മാതാവും അന്തോണിസുന്യാളിനും സഹായിച്ചതിനുള്ളപ്പോൾ ഒരു പ്രശ്നമില്ല. നമുക്കൊക്കെ ഇതാ പെർമനൻ്റ് ആയിട്ടുള്ള അമ്മയെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തരാണ്. മറ്റേ അമ്മയൊക്കെ കുറച്ചാളുണ്ടാവുള്ളൂ. ഇത് പെർമനൻ്റ് അമ്മയാണ്. സ്വർഗത്തിൽ എന്നാൽ ഈ അമ്മയുണ്ടാവും. അപ്പോൾ അമ്മയെ അമ്മയായി സ്വീകരിക്കണം, ഓൺ ചെയ്യണം അമ്മയെ. അമ്മയുടെ മാധ്യസ്ഥം തേടണം, മറക്കരുത്. ഈ 2 നിൽപ്പ് അത് നമ്മൾ ഓർപ്പിക്കേണ്ടത്. ഓക്കെ. 3-ാമത്തെ കാര്യം നടപ്പാണ്. അമ്മയുടെ നടപ്പ്. 2 നടപ്പുണ്ട്. ഒന്ന്, ഈശോ 12 വയസ്സിൽ ഈശോയെ കാണാതായില്ലേ, അപ്പോൾ അന്വേഷിച്ചുള്ളൊരു നടപ്പുണ്ട്. പിന്നെ 2-ാമതൊരു നടപ്പുണ്ട്. ഐൻകാരി ഗ്രാമത്തിലേക്ക് ഏലീശാമ്മയെ സഹായിക്കാനായിട്ടുള്ള ഒരു തിടുക്കത്തിലൂടെ നടപ്പ്. ബൈബിൾ വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പിതാവധിയും വിശദീകരിക്കാത്ത 2 നടപ്പ്. ഒന്ന്, ഈശോയെ കാണാതായപ്പോൾ, ഈ 12 വയസ്സിൽ ഈശോയെ കാണാതായപ്പോൾ ഈശോയെ കണ്ടു കിട്ടാൻ വേണ്ടി അന്വേഷിച്ചൊരു നടപ്പ്. 2-ാമത്തെ നടപ്പ്, ഏലീശാമ്മയെ സഹായിക്കാനായിട്ട് തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത് ബൈബിളിൽ. 2-ാമത്തെ നടപ്പ്. ഈ 2 നടപ്പ് ശ്രദ്ധിക്കണം. ഇന്ന് ലോകത്തിൻ്റെ കാറ്റേറ്റ് യേശുവാകുന്ന തിരിയൊക്കെ ചിലരുടെ മാമോദീസയുടെ സമയത്ത് നമ്മൾ ഒരു കത്തിച്ച മെഴുതിരി കൈ പിടിക്കണില്ലേ? കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഒരു കുഞ്ഞ് കയ്യിൽ കത്തിച്ച മെഴുതിരി കൈ പിടിച്ച് ഓർക്കുന്നില്ലേ? വന്ന് എന്തോരം ആലോചിച്ചിരിക്കണം നോക്കി. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ കത്തിച്ച് തിരി പിടിച്ച് ഓർക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഓർക്കുന്നുണ്ടാവില്ല ആരും. അത്ര ചെറുപ്പത്തിൽ ഓർമ്മയുണ്ടോ? ഒരു വയസ്സ് കൂടി ഉണ്ടാവില്ല, മാസങ്ങളുള്ളപ്പോൾ ഓർമ്മയുണ്ട്. ഉറപ്പുണ്ട് നമുക്ക്, അല്ലേ? കത്തിച്ച് ഈ ലോകത്തിൻ്റെ കാറ്റേറ്റ് തിരിയൊക്കെ അടക്കെ കെടുകയാണ്. തിരി കെടുന്ന് യേശുവിനെ കാണാതാകണ് ജീവിതത്തിൽ. അപ്പോൾ അമ്മയെപ്പോലെ അന്വേഷിച്ച് യേശുവിനെ കണ്ടെത്തി യേശുവിനെ സ്വീകരിക്കണം. യേശു ഉള്ളിൽ വന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ തിടുക്കത്തിൽ നടക്കും നമ്മൾ. കണ്ടോ? അമ്മയുടെ ഉദരത്തിൽ യേശു സ്പീഡിൽ പോയി ഏലീശാമ്മയെ സഹായിക്കാനായിട്ട്. സ്പീഡിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നടപ്പുണ്ടാവണമെങ്കിൽ എന്ത് വേണം?
യേശു ഉള്ളിലുണ്ടാകണം. ജീവിതത്തിൽ യേശു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ കണ്ടെത്തണം. ഇപ്പം 2 നടപ്പ് മറക്കോ ഓർക്കോ ഇല്ല. എപ്പോഴും ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയി ഉത്തരം വേഗം വരും. ഒരേപോലെ ചോദിച്ചാൽ അത് ഒരേപോലെ ഉത്തരം വരും. ഇനി 2 നോട്ടം, മാതാവിൻ്റെ 2 നോട്ടം. ഈശോയുടെ മൃതശരീരം മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കീഴ്പോട്ട് നോക്കിയിരിക്കുന്ന മറിയുണ്ട്. 2 ശിഷ്യന്മാരോടൊപ്പം പന്തക്കോസ്തായുടെ അവസരത്തിൽ മേപ്പോട്ടി നോക്കിയിരിക്കുന്നൊരു മറിയുണ്ട് അല്ലേ? തീനാവുകൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ മറിയ എങ്ങടെ നോക്കുക? കീഴ്പോട്ട് നോക്കിയിരിക്കുമോ? മേപ്പോട്ട് നോക്കും. സ്വന്തം മകനെ മടിയിൽ വെച്ചിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കുമോ? കീഴ്പോട്ട് നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ച സ്വന്തം മകനെ മടിയിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തൊരു സ്പിരിച്വൽ ആധ്യാത്മിക ശക്തി ഉണ്ടാകണം ആ വ്യക്തിക്ക്. വേറൊരു കെട്ടിമറിഞ്ഞ് വീഴും ഇല്ലേ? ഇല്ലേ? കണ്ടോ? ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടണമെന്നറിയാവോ? ശക്തി എവിടെ നിന്ന് കിട്ടണമെന്നറിയാവോ? ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നേരിടാൻ ശക്തി എവിടെ നിന്ന് കിട്ടണമെന്നറിയാവോ? ഈ മേപ്പോട്ടുള്ള നോട്ടത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് നിറയുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും ശക്തമായിട്ട് നേരിടാനായിട്ട് സാധിക്കുക.